ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നാടിന്റെ പുരോഗതിയും ജനങ്ങളുടെ ക്ഷേമവും സാധ്യമാക്കുന്ന തുടർച്ച ഉറപ്പിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന ചരിത്ര സംഭവമായി തെരഞ്ഞെടുപ്പ് മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസനവും ജനക്ഷേമവുമാണ് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന ചർച്ചാ വിഷയമെന്നും വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. അസത്യം പ്രചരിപ്പിച്ചും വർഗീയതയെ കൂട്ടുപിടിച്ചും ജനങ്ങളെ വഴിതെറ്റിക്കാനാണ് വലതുപക്ഷം ശ്രമിക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക് സർവ്വതും വിറ്റുകൊടുക്കുന്ന കോൺഗ്രസിൻ്റെയും BJPയുടെയും നവലിബറൽ നയങ്ങൾക്ക് ബദലില്ലെന്ന പൊതുനിരാശാബോധം കേരളീയർക്കില്ല. ലോകത്തിന് മാതൃകയായ മാനവിക ബദൽ പ്രായോഗികമാണെന്ന് ഈ 10 വർഷം കൊണ്ട് കേരളം തെളിയിച്ചിരിക്കുന്നു. അധികാരത്തിലെത്തിയാൽ പ്രകടന പത്രിക ചവറ്റുകുട്ടയിലെറിയുന്ന വലതുപക്ഷ രാഷ്ട്രീയം ഇന്ന് കേരളത്തിന് അനന്യമാണ്. 18 വയസ്സ് പൂർത്തിയായി വോട്ട് ചെയ്യാനെത്തുന്ന തലമുറയ്ക്ക് 10 കൊല്ലം മുൻപത്തെ ദുരനുഭവങ്ങൾ ഓർമ്മയുണ്ടാകണമെന്നില്ല. സമസ്ത മേഖലകളിലും ഈ ഘട്ടത്തിൽ മുരടിപ്പിൻ്റെ കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. സമ്പൂർണ്ണ തകർച്ചയാണ് UDF കേരളത്തിന് സമ്മാനിച്ചത്. 18 മാസം വരെയായിരുന്നു UDF സർക്കാർ വരുത്തിയ ക്ഷേമ പെൻഷൻ കുടിശ്ശിക. അന്നാണ് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായത്. ഡോക്ടർമാരും മരുന്നുകളും ഇല്ലാതിരുന്ന പൊതുജനാരോഗ്യ സംവിധാനം, ആശുപത്രികളുടെ ശോചനീയാവസ്ഥ എന്നിവ ആർക്കും മറക്കാനാകില്ല. വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞുപോയി. ലാഭകരമല്ലെന്ന് പറഞ്ഞ് സ്കൂളുകൾ അടച്ചുപൂട്ടി. ഇതിന് മാനേജർമാർക്ക് ഒത്താശ ചെയ്തു. വ്യവസായ മേഖലയെ മുച്ചൂടും മുടിക്കുന്ന അവസ്ഥയുണ്ടായി. വൈദ്യുതി രംഗത്ത് സമ്പൂർണ്ണ പരാജയം. ലോഡ് ഷെഡിംഗ് വ്യവസ്ഥാപിതമാക്കുന്ന നിലയിലായി. പൊതുവിതരണ രംഗം നശിപ്പിക്കാൻ ശ്രമിച്ചു. പൊതുഗതാഗതവും കട്ടപ്പുറത്താക്കി. ആ ഇരുണ്ട കാലത്ത് നിന്നാണ് കേരളത്തെ പുനർനിർമ്മിക്കാനുള്ള ചരിത്രപരമായ ഉത്തരവാദിത്തം LDF സർക്കാർ ഏറ്റെടുത്തത്. ആരോഗ്യ മേഖലയ്ക്കുള്ള ബഡ്ജറ്റ് വിഹിതം 665 കോടി രൂപയായിരുന്നു. LDF സർക്കാർ ഇത് 3000 കോടിയിലധികമാക്കി. ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വൻതോതിൽ വർദ്ധിപ്പിച്ചു. ശബരിമല വിഷയത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും കൃത്യതയോടെയുള്ള സമീപനമാണ് സ്വീകരിച്ചത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഒരു ബാഹ്യശക്തിയുടെ ഇടപെടലും അന്വേഷണത്തിലില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമല പ്രചാരണ വിഷയമാക്കണമോ എന്ന് പാർട്ടികൾക്ക് തീരുമാനിക്കാം. അത് LDFനെ ബാധിക്കില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി.